ഇന്നത്തെ ഗോസ്പല് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള കരാർ ഉറപ്പിച്ചതാണ്. 30 വെള്ളി നാണയത്തിന് വേണ്ടി അവൻ ക്രിസ്തുവിൻ്റെ ജീവനെ ഒറ്റിക്കൊടുക്കാൻ ഒരുങ്ങുന്നു. കരാറൊക്കെ ഒപ്പുവെച്ച് കഴിഞ്ഞു. ഇനി സ്ഥലം കാണിച്ചു കൊടുത്താൽ മാത്രം മതി. യേശുവിനും അത് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് എല്ലാം അറിയുന്ന യേശു ഒന്നും അറിയാതെ നടിച്ചു. യേശുവിന് ഈ ദിവസങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പെസഹ വേഴവും ദുഃഖവെള്ളിയും. ഈ പെസഹ തിരുനാൾ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദിവ്യകാരുണ്യം സ്ഥാപിക്കണം, പൗരോഹിത്യം സ്ഥാപിക്കണം, പാദം കഴുകലിൻ്റെ മഹത്തായ ശുശ്രൂഷ ഈ ഭൂമിയെ പഠിപ്പിക്കണം. അങ്ങനെ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റേണ്ട ഒരു രാത്രി. കാൽവരിയിലെ നെറുകയിൽ എങ്ങനെയാണോ മനുഷ്യപുത്രൻ രക്തം ചിന്തി ഈ ഭൂമിക്ക് രക്ഷ നൽകേണ്ടത്, അതേ കണക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈ പെസഹ തിരുനാൾ. അതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ചുകൂടാൻ ക്രിസ്തുവിന് ആഗ്രഹമില്ല. അവൻ അത്യധികം പെസഹ ആചരിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് നമ്മുടെ വചനത്തിൽ വായിക്കുന്നത്. അപ്പോഴാണ് ഇന്നത്തെ ഗോസ്പലിൽ ശിഷ്യന്മാർ ചോദിക്കുന്നത്, എവിടെ നിനക്ക് പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഉടനെ യേശു പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ല്, അവിടെ ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. ഇത് വല്ലാത്തൊരു സൈനാണ്. ആ സമയം നമ്മൾ കാണുന്നത് ആ മനുഷ്യൻ ഒരു വലിയ മാളിക മുറി ശിഷ്യന്മാർ കാണിച്ചു കൊടുത്തതായിട്ടാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? എന്തിനായിരുന്നു യേശു ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കിയത്? ഒരു പെസഹ ആചരിക്കേണ്ട ഒരിടം അതൊരു വീടാണെങ്കിൽ യേശുവിന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മതി. പട്ടണത്തിൽ ചെന്നിട്ട് ഇന്ന തെരുവിൽ ഇത്രാമത്തെ വീട്ടിൽ ഇവിടെ നിങ്ങളെനിക്ക് പെസഹ ഒരുക്കണം. വളരെ കാര്യങ്ങൾ സിമ്പിളാണ്. പക്ഷേ യേശു അങ്ങനെ പറഞ്ഞില്ല. നമ്മളൊക്കെ ഒരു അഡ്രസ്സ് ചോദിച്ചാൽ നമ്മൾ അതല്ലേ പറയാറുള്ളത്. നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായ ഒരു ഐഡൻറ്റിഫിക്കേഷൻ സ്പോട്ട് പറയും. അവിടെ നിന്ന് ഇത്രാമത്തെ ലൈനിൽ ഇത്രാമത്തെ വീടെന്ന് ഇത് കൃത്യമായി പറയും. പക്ഷേ യേശു അങ്ങനെയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന ആളെ നിങ്ങൾ കാണും, അയാളോട് നിങ്ങൾ ചോദിക്കണം ഈ കാര്യം. അപ്പോൾ അയാൾ നിങ്ങൾക്കൊരു വീട് കാണിച്ചു തരും. എന്തിനാണ് യേശു ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കിയത്? പ്രിയമുള്ളവരെ, അതാണ് ഇന്നത്തെ ഗോസ്പലിൽ നാം ശ്രദ്ധിക്കേണ്ടത്. യേശുവിന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം, ഈ പെസഹ തിരുനാൾ അത്യാവശ്യമാണ്. അങ്ങനെ അത്യാവശ്യവും പ്രധാനവുമായുള്ള ഈ തിരുനാൾ ശിഷ്യന്മാരൊത്ത് പങ്കിടുമ്പോൾ അതിന് തടസ്സപ്പെടാൻ പാടില്ല. ഈ സമയത്ത് 12 പേരുടെ കൂട്ടത്തിൽ യൂദാസ് നിൽപ്പുണ്ട്. ഏത് സ്ഥലത്തിലാണ് പെസഹ ആചരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് കൃത്യമായി ആ രാത്രി അവിടെ ഒറ്റിക്കൊടുക്കും. യേശുവിനെ നന്നായിട്ടറിയാം. ഈ മാളിക മുറി അവൻ കൃത്യമായിട്ട് ശത്രുക്കൾ കാണിച്ചു കൊടുക്കും. അവർ വന്ന് അവിടെ പിടികൂടും. അങ്ങനെയാണെങ്കിൽ ആ പെസഹ ആചരണം അവിടെ നടക്കില്ല. സഭ എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ട വലിയ പാഠങ്ങൾ ക്രിസ്തുവിന് പഠിപ്പിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് യേശു വളരെ ബോധപൂർവം യൂദാസിന് മുമ്പിൽ വെച്ച് ആ സ്ഥലം പറഞ്ഞില്ല. ഒരു ഹിഡൻ സ്പോട്ടായി അതിനെ സൂക്ഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. എന്ത് പ്ലാൻഡായിട്ടാണ് യേശു തൻ്റെ അവസാന നിമിഷങ്ങളൊക്കെ പൂർത്തീകരിച്ചത്? ചില കാര്യങ്ങളൊക്കെ ചിലരെ അറിയിച്ചു, ചില കാര്യങ്ങളൊന്നും അറിയിച്ചില്ല. വളരെ ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ അവൻ രഹസ്യമായി സൂക്ഷിച്ചു. ഒരവസാന നിമിഷം ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ പോലും എന്തുമാത്രം ഒരുക്കങ്ങളാണ് യേശു ചെയ്തതല്ലേ? നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എല്ലാവർക്കും ഒരു അവസാന നാളുകളുണ്ട്, എണ്ണപ്പെടുന്ന നാളുകൾ. എന്നാണെന്നോ എപ്പോഴാണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ എത്ര പ്ലാൻഡാണ് നമ്മൾ ആ ദിവസത്തിന് വേണ്ടി. യേശു എന്തുമാത്രം പ്ലാൻഡായിട്ടാണ് ആ മരണത്തിലേക്ക് ഒരു രാജകീയ പ്രവേശനം നടത്തുന്നത്. നമ്മളൊക്കെ നമ്മളുടെ അവസാന നാളുകൾക്ക് വേണ്ടി എന്തുമാത്രം ഒരുങ്ങുന്നുണ്ട്. വിശുദ്ധിയോടെ, നൈർമല്യതയോടെ, കൂടെയുള്ളവരോടൊക്കെ സ്നേഹത്തിൻ്റെ അത്താഴം വിളമ്പി ക്രിസ്തു ഈ ഭൂമിയോട് വിട പറഞ്ഞതുപോലെ നമുക്കും പ്രിയപ്പെട്ടവർക്ക് സ്നേഹം നൽകി, മാപ്പ് കൊടുക്കേണ്ടവർക്കൊക്കെ മാപ്പ് കൊടുത്ത് ഒരു അവസാന ദിവസത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ പ്ലാനിങ്ങാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കേണ്ടത്. ആ പ്ലാനിങ്ങിൽ ചിലതൊക്കെ രഹസ്യങ്ങളായിരുന്നു, ചിലതൊക്കെ പരസ്യങ്ങളായിരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പൊറുക്കുവാനാ
magic.